എൻ്റെ ചിന്തകൾ എൻ്റെ മനോഭാവങ്ങൾ അനുസരിച്ചുള്ളവയാണോ? എൻ്റെ ആറ്റിറ്റ്യൂഡിന് എൻ്റെ മനസ്സിനെ നിശബ്ദമാക്കാൻ കഴിയുമോ? ഒരുപാട് കാലങ്ങളായി നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിശബ്ദമാക്കാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ്സിന് കഴിയുമോ? ഇതിനൊക്കെയുള്ള മറുപടികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്താൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ കിട്ടും. ഒരു ബുക്ക് എഴുതുന്നത് എങ്ങനെയാണ്? ബുക്കിൽ ആവശ്യമുള്ള ടോപ്പിക്സിനെ കുറിച്ച് ധാരാളം ചിന്തിച്ച് എഴുതുമ്പോഴാണ് ഒരു പുസ്തകം ഉണ്ടാവുന്നത്, അല്ലേ? എനിക്കെന്താണ് നല്ലത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതിൽ നിന്നുമാണ് സൊല്യൂഷൻ വരുന്നത്. എൻ്റെ സന്തോഷവും എൻ്റെ ഹെൽത്തും നന്നായി നിൽക്കാനായി ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്താൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ മാറണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടോ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. അവരെക്കുറിച്ച് നമുക്ക് നീണ്ട കഥകൾ എഴുതാനാവും. എന്നാൽ ഏത് തരത്തിലുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്താലാണ് എൻ്റെ മനസ്സ് കരയുന്നത് നിർത്തുക എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ സാന്ത്വനിപ്പിക്കണം. കുട്ടികൾ കരയുമ്പോൾ അമ്മ പതുക്കെ കുട്ടിയെ ആശ്വസിപ്പിക്കും, അല്ലേ? കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി അമ്മ ഒന്നും ചെയ്യാതിരുന്നാൽ കുട്ടി എന്തു ചെയ്യും? കുട്ടി കൂടുതൽ ഉറക്കെ കരയും. എന്നിട്ടും അമ്മ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുട്ടി ജീവിതം മുഴുവനും കരഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സാകുന്ന കുട്ടിയും ഇപ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സെന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മൾ ഇപ്പോൾ മനസ്സിനെ ആശ്വസിപ്പിച്ചതുപോലെ മുൻപൊരിക്കലും ഒരു 2 മിനിറ്റ് പോലും ഇരുന്ന് മനസ്സിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിനെ സാന്ത്വനിപ്പിച്ചിട്ടേയില്ല. മുൻപൊരിക്കലും ചെയ്തിട്ടില്ല, അല്ലേ? 2 മിനിറ്റ് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത് തന്നെ ധാരാളമാണ്. എന്നാൽ അതുപോലും ചെയ്യാതിരുന്നാൽ മനസ്സെപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പറയും, കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണ്. മനസ്സ് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. മനസ്സ് ആരുടേതാണ്? എൻ്റെ മനസ്സ് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പറയുന്നതാണ് അനുസരിക്കുക? ഉദാഹരണത്തിന്, താങ്കളുടെ കുട്ടി കളിക്കാൻ പോകുന്നു എന്ന് കരുതുക. അവിടെ അവൻ മറ്റൊരു കുട്ടിയുമായി വഴക്കിട്ടു. നമ്മൾ ഏത് കുട്ടിയെയാണ് വഴക്കിടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക? നമ്മൾ ആരുടെ കുട്ടിയെയാണ് മനസ്സിലാക്കിക്കുക? നമ്മൾ സ്വന്തം കുട്ടിയെ മനസ്സിലാക്കിക്കും, അല്ലേ? അടുത്ത വീട്ടിൽ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂ എന്ന് നമ്മൾ അയൽക്കാരനോട് പറയാൻ പോവില്ല. പറയാൻ പറ്റുമോ? നിങ്ങൾ സ്വന്തം കുട്ടിയെ നേരെയാക്കാത്തത് എന്താണ് എന്ന് അവർ തിരിച്ചു ചോദിക്കും. നമ്മൾ പറയും, എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കില്ല. നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നേരെയാക്കൂ. നമ്മൾ മുഴുവൻ ദിവസവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സ് കരയുമ്പോഴെല്ലാം നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് നിങ്ങൾ ചേഞ്ച് ആവൂ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മനസ്സുകളോട് ചേഞ്ച് ആവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് അഥവാ മറ്റുള്ളവരുടെ കുട്ടി എന്നാണ് അർത്ഥം. മറ്റൊരാൾ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല, എനിക്ക് ഇൻസൾട്ടായി ഫീൽ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന കുട്ടി കരയാൻ തുടങ്ങും, അല്ലേ? എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് ഇത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ കുട്ടി കരയാൻ തുടങ്ങും. ഇപ്പോൾ എൻ്റെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ സ്വന്തം മനസ്സിനോട് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറയൂ എന്ന് അഭ്യർത്ഥിക്കണം. നമ്മൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാറുള്ളത്? പറയൂ. നമ്മൾ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യാറുള്ളത്? നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതൊരു ശരിയായ സംസാരമാണോ? എത്ര പേരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്? അങ്ങനെ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്കാണ് പോകുന്നത്.
ഇതിനു പകരം 1 മിനിറ്റ് നിന്ന് മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ, അത് അവരുടെ സംസ്കാരമാണ്, അതാണ് അവരുടെ സ്വഭാവം, അവരുടെ അപ്പോഴത്തെ മൂഡ് അതായിരുന്നു, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് മനസ്സേ നീ എന്തിനാണ് കരയുന്നത്, മതി, അത്ര മതി. ഇവ രണ്ടിലും വെച്ച് ഏതാണ് എളുപ്പം? അവരോട് ചെന്ന് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കൂ എന്ന് പറയുന്നതാണോ ഈസി? അതോ സ്വന്തം മനസ്സിനോട് പ്ലീസ് കരയരുത്, കുറേ കരഞ്ഞില്ലേ, ഇനി കരച്ചിൽ നിർത്തൂ, ഇങ്ങനെ പറയുന്നതാണോ ഈസി? ഇതിലേതാണ് കൂടുതൽ എളുപ്പം? സ്വന്തം മനസ്സിനോട് പറയുന്നതാണ് എളുപ്പം, അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്വന്തം മനസ്സിനോട് പറയാറുണ്ടോ? ദിവസം മുഴുവനും നമ്മൾ എല്ലാവരുടെയും മുന്നിൽ ആശ്വാസം ലഭിക്കാനായി കൈ നീട്ടി നടക്കുകയാണ് ചെയ്യുന്നത്. പ്ലീസ് എന്നെ മനസ്സിലാക്കൂ, പ്ലീസ് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കൂ, പ്ലീസ് എന്നെ റെസ്പെക്റ്റ് ചെയ്യൂ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സ്നേഹത്തിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള യാചിക്കലാണ്. നിങ്ങൾ യാചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെ തരണോ വേണ്ടയോ എന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. അവർക്കിഷ്ടമുണ്ടെങ്കിൽ തരും, അത്ര തന്നെ. നമ്മുടെ പക്കലുള്ള സ്നേഹവും ആദരവും ഒക്കെ എടുത്തുകൊണ്ടു പോകുന്നവരുമുണ്ട്, ശരിയല്ലേ? നമ്മുടെ പക്കൽ വളരെ വളരെ കുറച്ചുള്ളത് പോലും അവർ എടുത്തുകൊണ്ടു പോകും. ഇങ്ങനെ എല്ലാവരോടും യാചിക്കുന്നതിന് പകരം സ്വന്തം മനസ്സിനോട് മിണ്ടാതിരിക്കാൻ റിക്വസ്റ്റ് ചെയ്തൂടെ? നമ്മുടെ റിക്വസ്റ്റ് അനുസരിക്കുന്നതാരാണ്? അവരുടെ മനസ്സാണോ അതോ നമ്മുടെ മനസ്സാണോ നമ്മൾ പറയുന്നത് അനുസരിക്കുക? നമ്മുടെ മനസ്സാണ് നമ്മളെ അനുസരിക്കുക, അല്ലേ? പക്ഷേ നമ്മൾ ഒരിക്കലും മനസ്സിനോട് കരയാതിരിക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് എനിക്ക് വേണ്ടി ചേഞ്ച് ആവാൻ പറയാം, അങ്ങനെ കാര്യങ്ങൾ ശരിയാക്കാം. ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ സ്വന്തം മനസ്സിനോട് തോറ്റുപോയിരിക്കുന്നു, മനസ്സിനോട് ഒരിക്കലും സംസാരിക്കാതെയും നിൽക്കുന്നു. ഇത് നമ്മുടെ സ്വന്തം മനസ്സാണ്. അപ്പോൾ പിന്നെ താങ്കൾ പറയുന്നതെന്തും മനസ്സ് അനുസരിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ സ്വന്തം മനസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തം മനസ്സ് മാത്രമേ സ്വന്തമായുള്ളൂ. ആ ഒരു മനസ്സിനെ വിട്ട് നമ്മൾ മറ്റെല്ലാവരോടും കൂട്ടുകൂടാൻ തുടങ്ങി. അവർ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചില്ല, ശരി തന്നെ, അതിലെന്താണ് പ്രശ്നം? ഇന്നു മുതൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? ജസ്റ്റ് വിഡ്രോ, സിറ്റ് ബാക്ക്, കണക്ട് വിത്ത് യുവർ മൈൻഡ്.